നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ തുടർച്ചയായ മൂന്നാമത്തെ ദിവസം നിഫ്റ്റി റെഡിലടച്ചു. ഇന്ന് അതിശക്തമായിട്ടുള്ള ഒരു ഫോളിലാണ് മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത്. 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ ഏകദേശം 10 ലക്ഷം കോടി മാർക്കറ്റ് ക്യാപ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയിപ്പോയി. മാർക്കറ്റ് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എല്ലാം തന്നെ ശക്തമായിട്ടുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇതിനിടയിൽ തിളങ്ങിയ ഒരു ഇൻഡെക്സാണ് ഇന്ന് FMCG സെക്ടർ. FMCG ഇൻഡെക്സ് 2022 ജൂലൈക്ക് ശേഷം നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു റാലിയാണ് ഇന്ന് നടന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലീവർ പോലെയുള്ള കമ്പനീസ് 5% റാലിയും രേഖപ്പെടുത്തി. മറ്റുള്ള FMCG സെക്ടർ സ്റ്റോക്കുകൾ ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ ഇന്ന് ശക്തമായിട്ടുള്ളൊരു ഫോളാണ് ഉണ്ടായിട്ടുള്ളത്. 100 മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ 80 എണ്ണം ഇന്ന് റെഡിലാണ് അടച്ചിട്ടുള്ളത്. ഇതാണ് മാർക്കറ്റിൽ ഇന്ന് നമ്മൾ കണ്ട ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യം. ഇനി ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് പോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള മറ്റുള്ള ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവാണ്, US ഫ്യൂച്ചറും പോസിറ്റീവാണ്. എന്നാൽ ഇസ്രായേലിലേക്ക് വരുമ്പോൾ ഇറാൻ യുദ്ധം ഓൾമോസ്റ്റ് അത് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇരു രാജ്യങ്ങളും രമ്യതയിലേക്ക് പോയെങ്കിൽ കൂടിയും ഇസ്രായേൽ ഗാസയിലേക്ക് വരുന്നുണ്ട്, കരമാർഗം കടന്നു. അപ്പോൾ അത്തരത്തിലുള്ള ടെൻഷൻ മാർക്കറ്റിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇഷ്യൂ മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡോ ഫ്യൂച്ചറോ ഒന്നും തന്നെ ഒരു ഫോളോ മറ്റുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോ ഒന്നും തന്നെ കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നുണ്ടായിട്ടുള്ള നമ്മുടെ ഫോള് ഇന്ത്യ വിക്സ് അത് നിൽക്കുന്നത് 52 വീക്ക് ഹൈയിലാണ്. ഇന്നും ഇന്ത്യ വിക്സ് സ്പൈക്ക് ചെയ്തു. കഴിഞ്ഞ 8 ട്രേഡിംഗ് ഡേ കൊണ്ട് ഇന്ത്യ വിക്സ് ഏകദേശം ഒരു 80% ഒരു സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ കനത്ത പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നത്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റേഞ്ച് കാണാം, 22,500 എന്ന റേഞ്ചാണ്. ഇൻട്രാഡേ ഹൈയിൽ നിന്ന് 182 പോയിന്റ് ഫോളായി 22,304 മാർക്കറ്റിൻ്റെ നിൽപ്പെങ്കിൽ കൂടിയും ഏകദേശം 250ഓളം പോയിന്റ് ഫോള് രേഖപ്പെടുത്തി 22,242 വരെ മാർക്കറ്റ് ഫോൾ ആയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി 140 പോയിന്റ്, സെൻസെക്സ് 383 പോയിന്റ്, നിഫ്റ്റി ബാങ്ക് ഏകദേശം 600 പോയിന്റിൻ്റെ ഒരു ഫോൾ ഉണ്ടായിട്ടുണ്ട്. നിഫ്റ്റിയിൽ HUL നേരത്തെ കണ്ട നമ്മൾ ഹിന്ദുസ്ഥാൻ യൂണിലീവർ 6% റാലി. ടെക്കം, നെസ്ലെ, ബ്രിട്ടാനിയ, TCS എല്ലാം തന്നെ റാലി രേഖപ്പെടുത്തി. നെസ്ലെയും ബ്രിട്ടാനിയയും HULും FMCG കമ്പനിയുടെ 3 ജയന്റ് കമ്പനിയാണ്. TCSും ഇന്ന് റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബജാജ് ഓട്ടോ 4% ഫോള്. പവർ ഗ്രിഡ്, ONGC, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഹിൻഡൽകോ തുടങ്ങിയ കമ്പനീസ് 4 മുതൽ 3% വരെയുള്ള ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാൻ ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ $64. അടുത്തത് കാണുന്നത് ഗോൾഡാണ്. $10 ഇടിഞ്ഞ് $22,314 പെർ ഔൺസ്. ബ്രന്റ് ഓയിൽ $83 പെർ ബാരൽ. ഓസ്ട്രേലിയ 1.5% റാലി. ചൈന, കൊറിയ, ജപ്പാൻ റാലി. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്നും 2.45% സ്പൈക്ക് ചെയ്ത് 17. ഡാക്സ് ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റി സ്പോട്ട് ഇപ്പോൾ ഉള്ളത് 22,300. മേജർ റെസിസ്റ്റൻസ് സോൺ 22,500. ലോങ് റെഡ് ബാർ കാണാം. കൂടാതെ തന്നെ 22,700, 800 അടുത്ത റെസിസ്റ്റൻസ് സോണാണ്. സപ്പോർട്ട് 22,000 ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. പക്ഷേ PCR 0.7 ആണ്, 0.7ലും താഴെയാണ്. ബാങ്ക് നിഫ്റ്റി വരാണെങ്കിൽ 48,300 ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് സ്പോട്ട് ഉള്ളത്. മേജർ റെസിസ്റ്റൻസ് സോൺ 48,500, 49,000 ആണ്. 48,000 മേജർ റെസിസ്റ്റൻസ് സോണായിട്ട് സപ്പോർട്ട് സോണായിട്ട് നിൽക്കുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെയും PCR 0.52 എന്ന നിലയിലാണ്. അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും PCR എല്ലാം തന്നെ ഏകദേശം ഒരു 0.5 എന്ന വളരെ ബെയറിഷ് ആയിട്ടുള്ളൊരു സിനാരിയോയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഏഷ്യൻ മാർക്കറ്റിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഡോ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ബിറ്റ്കോയിനും 64,000 എത്തി നിൽക്കുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പൊതുവെ ശാന്തമാണ്. US നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കാരണമാണ് ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ നിലകൊള്ളുന്നത്. ഇന്ത്യ വിക്സ് 52 വീക്ക് ഹൈ ആയത് മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് അങ്ങനെയുള്ളൊരു സിനാരിയോ ആണ് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉള്ളത്. നമുക്കിന്ന് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസിലേക്ക് പോകാം. ആദ്യമായിട്ട് പേടിഎമ്മിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. പേടിഎമ്മിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും പ്രസിഡന്റും റിസൈൻ ചെയ്ത ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. പേടിഎം ശക്തമായിട്ട് ഫോളായി എന്ന് മാത്രമല്ല
5% ഏകദേശം ഒരു ലോവർ സർക്യൂട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് Paytm 5-ാമത്തെ 6-ാമത്തെ ദിവസമാണ് ഇപ്പോൾ ആകുന്നത്. മാരിക്കോ FMCGയിലെ ലീഡിംഗ് കമ്പനിയാണ്. 10% റാലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാരിക്കോ നടത്തിയ കഴിഞ്ഞ 3 വർഷത്തിൽ നടത്തിയ ഏറ്റവും ബിഗ്ഗസ്റ്റ് റാലിയാണ്. VA ടെക് വെബാഗ് കമ്പനി ടുണീഷ്യയിൽ ഇവരുടെ പുതിയ വേസ്റ്റ് വാട്ടർ പ്ലാന്റ് ഇവർ തുടങ്ങുന്നുണ്ട്. അദാനി ഗ്രീന് ശ്രീലങ്കയായിട്ട് പുതിയ അവിടെ ഗ്രീൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് ഇരു കമ്പനികളും ധാരണയായിട്ടുണ്ട്. ശ്രീലങ്കയും അദാനി ഗ്രീനും. ഹാപ്പിയസ്റ്റ് മൈൻഡ് ഈ ഒരു നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ 35 മുതൽ 40% വരെയുള്ള റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗ്ലാൻ ഫാർമ കമ്പനി പുതിയ മെഡിസിന് US അംഗീകാരം കിട്ടി. IRB ഇൻഫ്ര ഇവരുടെ ടോൾ കളക്ഷൻ 29% വർധനവ്. ടിറ്റഗ്രാഹ് റെയിൽവേ സിസ്റ്റം കമ്പനി മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തു. ഇൻഫോസിസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് ISOയുടെ അംഗീകാരം ലഭിച്ചു. SRF കമ്പനി 560 കോടി രൂപയിൽ നിന്ന് 422 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. കാമത്ത് ഹോട്ടൽ 37 കോടി രൂപയിൽ നിന്ന് 8 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. കജാരിയ സെറാമിക് 108 കോടി രൂപയിൽ നിന്ന് 102 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞു. കമ്പനി 6 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സെഞ്ചുറി ടെക്സ്റ്റൈൽസ് കമ്പനി 98 കോടി രൂപയിൽ നിന്ന് 210 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. കമ്പനി 5 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഗ്രാഫൈറ്റ് ഇന്ത്യ കമ്പനി 29 നിന്ന് 16 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കമ്പനി 11 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ശ്യാം മെറ്റാലിക് കമ്പനി മഹാരാഷ്ട്രയിൽ ഇവരുടെ പുതിയ പ്ലാന്റ് കമ്പനി ഓപ്പൺ ചെയ്യുന്നുണ്ട്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ്റെ പുതിയ ഫുള്ളി ഓട്ടോമേറ്റഡ് എഡ്ജ് പ്ലാറ്റ്ഫോം വിവിധ രാജ്യങ്ങളിൽ ഇവർ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങുമെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. നമുക്ക് ഒരു ട്രേഡ് ബഡി എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ബുക്ക് മാർക്ക് ചെയ്യാം. റിസൾട്ട് അനൗൺസ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾ IPO ഡീറ്റെയിൽസ് എല്ലാം തന്നെ അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ചെക്ക് ചെയ്യാം. കൂടാതെ തന്നെ ടെലിഗ്രാം ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭ രാത്രി നേരുന്നു. മാർക്കറ്റ് പ്രത്യേക സോണിലേക്ക് കടന്നിരിക്കുകയാണ്. 52 വീക്ക് ഹൈ എന്ന് പറയുന്നത് കഴിഞ്ഞ 52 ആഴ്ചകളിൽ ഇന്ത്യ വിക്സ് ഉയർന്ന രീതിയിൽ രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് 50 വീക്ക് ഹൈ ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഇനിയും ഫർദറായിട്ട് ഉയർന്നേക്കാം എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പോൾ ഇലക്ഷൻ കേരളം തമിഴ്നാട് ഭാഗങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സെക്കൻഡ് ഫേസും തേർഡ് ഫേസൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് പല റിസൾട്ടിനെ സംബന്ധിച്ച് പല എക്സിറ്റ് പോൾ ഫലമല്ല, അതിനു മുമ്പ് പല പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന ചില ജഡ്ജ്മെൻറ്റുകളെല്ലാം തന്നെ മാർക്കറ്റിൽ ഇനി തുടരെ വരും. അതെല്ലാം തന്നെ മാർക്കറ്റിന് അപ്പത്തപ്പം റിയാക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ തന്നെ കാരണം ഫിക്സ് ഇനിയും സ്പൈക്ക് ചെയ്യും. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണണം, അതൊക്കെ നമ്മൾ തരണം ചെയ്യണം. മാർക്കറ്റ് ഈ രീതിയിലാണ് സ്ട്രക്ചർ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഉൾക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രി. താങ്ക് യു.